ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഹദിയ. ഞാൻ ടീം MJMലെ മെൻറ്ററാണ്. അപ്പം ഇന്നൊരു സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോണേ. ഒരിടത്തെ ഒരു സമർത്ഥനായിട്ടുള്ള ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറെ കാലമായിട്ട് തൻ്റെ മുതലാളിക്ക് വേണ്ടി വളരെ വിശ്വസ്തയോടെ ജോലി ചെയ്യുകയാണ്. ആ കാർപ്പൻ്റർ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കിപ്പോൾ നല്ല വയസ്സായി, എനിക്കിനി ജോലി ചെയ്യാനൊന്നും പറ്റില്ല, ഇനി കുറച്ച് വിശ്രമ ജീവിതം നയിക്കാമെന്ന്. ഈ വിവരം അദ്ദേഹം തൻ്റെ മുതലാളിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മുതലാളിക്ക് വളരെ ഒരു ഷോക്കായി. കാരണം അത്രക്കും വിശ്വസ്തനായിട്ടുള്ള ഒരു കാർപ്പൻ്റർ ആയിരുന്നു. മുതലാളിക്ക് വളരെ ഇഷ്ടവുമായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ പോവുകയല്ലേ, എന്നാൽ അവസാനമായിട്ട് എനിക്കൊരു വീടും കൂടി പണിഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കാർപ്പൻ്റർ അത് സമ്മതിച്ചു. പക്ഷെ എന്നാൽ എപ്പോഴും പണിയുന്നത് പോലെയല്ല ഈ തവണ കാർപ്പൻ്റർ പണിഞ്ഞത്. താൻ അവസാനമായി ചെയ്യുന്നതല്ലേ എന്ന് കരുതി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അയാളുടെ കഴിവും അധികം അയാൾ ഉപയോഗിച്ചില്ല. വെറുതെ ഒരു വീട് അയാൾ അത് പണിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അപ്പം താക്കോൽ കൊടുക്കാനായിട്ട് മുതലാളിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം മുതലാളി പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി പണിഞ്ഞതല്ല, ഇത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നിനക്ക് പണിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അത്ര നാൾ നീ എൻ്റെ കൂടെ നിന്ന് നല്ല എഫേർട്ട് എടുത്ത് നല്ല പണിയായിരുന്നു നീ ചെയ്തത്. അതിനൊക്കെ ആയിട്ടുള്ളൊരു സമ്മാനമാണ് ഈ ഒരു വീട് നിനക്ക്. ഈ കീ താങ്കൾ തന്നെ എന്ന് വെച്ചോളൂ എന്ന് മുതലാളി പറഞ്ഞു. മുതലാളിയുടെ മറുപടി കേട്ട് അയാൾ ഞെട്ടിപ്പോയി. ഈ വീട് തനിക്കുള്ളതായിരുന്നു, എന്ത് മോശമായിട്ടാണ് ഞാനിത് എന്ന് പണിഞ്ഞത് എന്നിങ്ങനെ വിചാരിച്ചു. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ എത്ര മനോഹരമായി എന്ന് ചെയ്യുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. നമ്മളിൽ ചിലരെങ്കിലും അറിയാതാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ടുപോകാറില്ല.